തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഎമ്മിനെതിരെ ആഞ്ഞടിച്ച സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു ഇടത് നയത്തിൽ നിന്നും സർക്കാർ വ്യതിചലിച്ചുവെന്നും മുന്നണിയിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും പ്രകാശ് ബാബു പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സിപിഐക്ക് വേണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ ചേരുന്ന സിപിഐ സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുന്നോടിയായാണ് സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു സിപിഎമ്മിനെതിരെ രംഗത്തെത്തിയത്. മുന്നണിയിൽ കൂടിയാലോചനയില്ലാതെ എടുത്ത തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. തോൽവിയുടെ കാരണങ്ങളിലൊന്ന് ഇതാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ യഥാസമയം സിപിഐ ആർജവത്തോടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഇടതു നിലപാടിനോട് ചേർന്ന തീരുമാനങ്ങളല്ല സർക്കാരിൽ നിന്നുണ്ടായതെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ഒരു ഗവൺമെന്റ് ആകുമ്പോൾ ഗവൺമെന്റ് മെഷീനറിക്ക് അതിൻ്റേതായിട്ടുള്ള ചില നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അങ്ങനൊരു മുന്നണിയിൽ ഡിസ്കഷൻ നടത്തിയിട്ടാണോ പല തീരുമാനങ്ങളും എടുത്തതെന്നുള്ളത് ചർച്ച ചെയ്യേണ്ടത്. ഏകപക്ഷീയമായി ചില ആളുകൾ തീരുമാനമെടുത്താൽ അതിൻ്റെ പ്രതികരണം ഉണ്ടാവും. അത് കണ്ടു, അത്രയേ ഉള്ളൂ. ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ സാങ്കേതിക കാര്യങ്ങൾ പറയാൻ കഴിയില്ലെന്നും സാങ്കേതിക കാര്യങ്ങൾ മുമ്പും പരിഹരിച്ചിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഉപനേതാവിൻ്റെ സ്ഥാനം സിപിഐക്ക് വേണമെന്നാണ് സിപിഐ നിലപാട്. സാങ്കേതികത്വങ്ങളൊക്കെ മറികടക്കാനുള്ള രാഷ്ട്രീയ ദൗത്യവും രാഷ്ട്രീയ പക്വതയൊക്കെ LDFിനുണ്ട്. LDF ഒരു പുതിയ രാഷ്ട്രീയ ചേരിയല്ല. പ്രതിപക്ഷത്ത് ഉപനേതാവ് ഉണ്ടായിട്ടുണ്ട്, നാളെയും ഉണ്ടാകും. ആ സ്ഥാനം സിപിഐക്ക് വേണം. പ്രതിപക്ഷ നേതാവ് മാറണമെന്ന ചർച്ച എവിടെയും നടക്കുന്നില്ലെന്നും ഊഴം വെച്ച് സാംസ്കാരിക പ്രവർത്തകർ വാർത്താസമ്മേളനം നടത്തുന്നുവെന്ന് പി സന്തോഷ് കുമാർ എം പി. അങ്ങനെ യാതൊരു ചർച്ച എവിടെയും നടക്കുന്നില്ല. ഇപ്പോൾ ഈ വോട്ട് ചെയ്ത വോട്ടർമാർക്ക് പുറമെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും കൂടെ ഊഴം വെച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി ഉൾപ്പെടെ അവലോകനം ചെയ്യാനാണ് സിപിഐ യോഗം ചേരുന്നത്. മീഡിയ 1 ഡൽഹി.